തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിവരങ്ങൾ അറിയിക്കും. ആ വിവരങ്ങൾ അറിയിക്കുമ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സീല് അതിനകത്തുണ്ടാവുക എന്നത് അവിശ്വസനീയമായ കാര്യമല്ലേ? എങ്ങനെയാണ് അങ്ങനെ സംഭവിക്കുക? ഇത് ഏതെങ്കിലും ഒരാൾക്ക് പറ്റുന്ന ഒരു കൈപ്പിഴയായിട്ട് കണക്കാക്കാൻ പറ്റും? അങ്ങനെ വരുമോ? ഒരുപാട് ഉദ്യോഗസ്ഥര് ഈ കാര്യങ്ങൾ നോക്കേണ്ടതല്ലേ? അപ്പോ വളരെ തെറ്റായ ഒരു നടപടിയാണ് ഉണ്ടായിട്ടുള്ളത്. ആ തെറ്റായ നടപടി സംബന്ധിച്ച് ഇത് അന്വേഷണം നടക്കുന്നുവെന്ന് നമ്മുടെ കേരളത്തിലെ ചീഫ് ഇലക്ടറൽ ഓഫീസർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ അന്വേഷണത്തിന്റെ വിവരങ്ങൾ എന്താണ്? അത് നാടാകെ അറിയേണ്ട കാര്യമാണ്. ആരാണ്, എന്താണ്, എങ്ങനെയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നാടിന് മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങേയറ്റം തെറ്റായൊരു കാര്യം നടന്നാൽ ആ തെറ്റായ കാര്യത്തെക്കുറിച്ച് സ്വാഭാവികമായും വിമർശനം ഉണ്ടാകുമല്ലോ. അത് വിമർശിക്കുമല്ലോ, എല്ലാവരും വിമർശിക്കുമല്ലോ. ഞാനിപ്പോൾ നടത്തുന്ന ഒരു വിമർശനമാണല്ലോ. ആ വിമർശനം സ്വാഭാവികമല്ലേ? ആ വിമർശനം ഉന്നയിച്ചു എന്നതിന്റെ മേലെ അവരുടെ പേരിൽ കേസെടുക്കണമെന്ന് ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശിച്ചതിന്റെ ഭാഗമായിരിക്കുമല്ലോ പോലീസ് നടപടി. അത്തരമൊരു നടപടി എങ്ങനെയുണ്ടായി? അത് വിമർശനങ്ങളെ തടയുന്നതിന് വേണ്ടിയുള്ള നടപടിയല്ലേ? വിമർശനങ്ങളോടുള്ള അസഹിഷ്ണുതയല്ലേ കാണിക്കുന്നത്? അങ്ങനെ ഇലക്ഷൻ കമ്മീഷൻ പെരുമാറാൻ പാടുണ്ട്. അപ്പോ ഇലക്ഷൻ കമ്മീഷൻ തന്നെ ഇത്തരം നടപടികളിൽ നിന്ന് മാറി നിൽക്കേണ്ടതായിട്ടുണ്ട്. വിമർശനങ്ങൾ പാടില്ല എന്ന തരത്തിൽ ജനാധിപത്യ സംവിധാനത്തിൽ നിലപാട് സ്വീകരിക്കുന്നത് ശരിയല്ല. ഇതില് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ, CEC തന്നെ ഫലപ്രദമായി ഇടപെടേണ്ടതാണ്. ആ കാര്യം CEC-യെയും അറിയിക്കുന്നത്. ഞാനല്ല പോലീസിനെ ഇപ്പൊ നിയന്ത്രിക്കുന്നത്. ഇപ്പോ ഇത് സംബന്ധിച്ചുള്ള എന്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. അതെല്ലാം അവർ വ്യക്തത വരുത്തേണ്ട കാര്യമാണ്. ഞാൻ മനസ്സിലാക്കുന്ന കാര്യം, എന്റെ അറിവിൽപ്പെട്ടിടത്തോളം, അല്ലെങ്കിൽ എനിക്ക് ഊഹിക്കാൻ കഴിയുന്നിടത്തോളം, ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശം അനുസരിച്ചായിരിക്കും പോലീസ് ഈ പ്രവർത്തനം നടത്തിയിട്ടുണ്ടാകും. എനിക്ക് പോലീസിന്റെ വിവരം ഇപ്പൊ കിട്ടൂല.